ഹലോ ഗൈസ്, T4TECHിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് KTU ഗ്രീവൻസ് പോർട്ടൽ ഓപ്പൺ ചെയ്യുന്നതെന്നാണ്. പലർക്കും ഉള്ള ഡൗട്ടാണ് എന്താണ് ഈ KTU ഗ്രീവൻസ് പോർട്ടൽ എന്ന്. ഓക്കെ, നമ്മൾ റിസൾട്ട്സിനെ പറ്റിയുള്ള എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ നമുക്കിനി എക്സാം റിലേറ്റഡ് ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ ഗ്രീവൻസ് പോർട്ടലിലാണ് സാധാരണ യൂണിവേഴ്സിറ്റിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ എന്താണ് ഈ ഗ്രീവൻസ് പോർട്ടൽ എന്ന് നോക്കാം. എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ KTU പോർട്ടലിൽ കയറുക. അത് നമ്മൾ KTU പോർട്ടലിലേക്ക് കയറുകയാണ്. ഫോൺ ഇടയ്ക്കൊന്ന് മിസ്ബിഹേവ് ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് ഇതിങ്ങനെ സ്ലോ ആവുന്നത്. സോ പോർട്ടലിൽ കയറിയിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബോക്സ് കണ്ടല്ലോ, ഈ ബോക്സ് ഓർമ്മയുണ്ടല്ലോ, ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെയാണ് ലോഗിൻ ഫോർ KTU ഗവൺമെൻറ് പ്ലാറ്റ്ഫോം. അതായത് ഇതാണ് നമ്മുടെ ഗവൺമെൻറ് പോർട്ടൽ എന്ന് പറയുന്നത്, നമ്മുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഇതിനകത്തുള്ള ഏറ്റവും താഴത്തെ ബോക്സ് ഉണ്ട് ഫോർ ദ സ്റ്റുഡൻസ്, ക്ലിക്ക് ഹിയർ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ ഗ്രീവൻസ് പോർട്ടലിൻ്റെ ഓപ്പണിംഗ് വിൻഡോ. നമ്മുടെ CMൻ്റെ പടം കാണും, പിണറായി സാറിൻ്റെ പടം കാണും. താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരിക. അതിനൊന്നുമില്ല, ആദ്യം ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ ഡെസ്ക്ടോപ്പ് സൈറ്റാക്കി മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ പോയിട്ട് നമ്മളൊരു പുതിയൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ രജിസ്റ്റർ ആസ് സ്റ്റുഡൻറ്റ്, രജിസ്റ്റർ ആസ് നോൺ സ്റ്റുഡൻറ്റ്, ഫാക്കൽറ്റീസിനും സ്റ്റാഫ്സിനും രജിസ്റ്റർ ആസ് നോൺ സ്റ്റുഡൻറ്റ്, നമ്മൾ രജിസ്റ്റർ ആസ് സ്റ്റുഡൻറ്റ് കൊടുക്കുക. ഇവിടെ കയറി നിങ്ങളിതെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ പറഞ്ഞേക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ടൈപ്പ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അതായത് നെയിം ഓഫ് ദി ആപ്ലിക്കൻറ്റ്, നമ്മുടെ പേര്, യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ നമ്പർ, അതായത് മറ്റേ നമ്മുടെ കോളേജിൻ്റെ കോഡ്, ഇയർ, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര്, MECE അങ്ങനെയുള്ള സംഭവം, പിന്നെ നിങ്ങളുടെ അവസാനത്തെ നമ്പർ, അതാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ. പിന്നെ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ബ്രാഞ്ച്, കോളേജ്, ഇയർ ഓഫ് അഡ്മിഷൻ, ഇമെയിൽ, ഫോൺ നമ്പർ, റെസിഡൻഷ്യൽ അഡ്രസ്സ്, ഇതെല്ലാം ഫുള്ള് കൊടുക്കുക. പിന്നെ ഡിസൈൻഡ് പാസ്വേഡ്, നിങ്ങൾ സെലക്ട് ചെയ്യുന്നൊരു പാസ്വേഡും ഒന്നുകൂടെ റീടൈപ്പ് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, ഇതാണ് നിങ്ങളുടെ മെയിൻ പ്രൊസീജിയർ. അത് കഴിഞ്ഞിട്ട് ലോഗിനിലേക്ക് പോവുക. ക്ഷമിക്കണം, കുറച്ച് സ്ലോ ആണ്, അതുകൊണ്ടാണ്. ഞാൻ എൻ്റെ ഇതിൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം എനിക്ക് യൂസർ നെയിം അടിക്കുമ്പോൾ ഇത് വരും. അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് സൈൻ ചെയ്തകത്ത് കയറാം. അകത്ത് കയറി കഴിഞ്ഞാൽ OTP വെരിഫിക്കേഷൻ കാണും. ഇപ്പോൾ പുതിയൊരു ആപ്ലിക്കൻ്റ് ആണെങ്കിൽ OTP വെരിഫിക്കേഷൻ ചെയ്തേ പറ്റൂ. ഓക്കെ, ഒരു OTP വെരിഫിക്കേഷൻ ചെയ്യേണ്ടി വരും. നിങ്ങൾ OTP വെരിഫിക്കേഷൻ ചെയ്യുക. ഇനി നിങ്ങൾ ഗ്രീവൻസ് സബ്മിറ്റ് ചെയ്യേണ്ടത് സബ്മിറ്റ് എന്ന് പറഞ്ഞ സാധനത്തിലാണ്, സബ്മിറ്റ് ഗ്രീവൻസ്. അതിലാണ് നിങ്ങളുടെ ഗ്രീവൻസ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതായത് ഗ്രീവൻസ് നമുക്ക് പലതരത്തിലുള്ള ഗ്രീവൻസ് കാണും. ഇത് മോണിറ്റർ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. നമുക്ക് പലതരത്തിലുള്ള ഗ്രീവൻസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം അഡ്മിഷൻ റിലേറ്റഡ്, റിസൾട്ട്സ് റിലേറ്റഡ്, അക്കാഡമിക് മാറ്റർ, എങ്ങനത്തെ വേണമെങ്കിലും ഗ്രീവൻസ് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാം. നമ്മുടെ യൂണിവേഴ്സിറ്റി APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ ഗ്രീവൻസ് കംപ്ലയിൻറ്റ് ബോക്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും ഫയല് വല്ലതും കൊടുക്കാനുണ്ടെങ്കിൽ ഈ ചൂസ് ഫയലിൽ കയറി കൊടുക്കുക, നിങ്ങൾ സംഭവം ചെയ്യുക. ഇനി നിങ്ങളുടെ ഗ്രീവൻസ് എവിടെയാണെന്ന് കാണണമെങ്കിൽ സബ്മിറ്റ് അല്ല, നിങ്ങൾ വ്യൂവിലേക്ക് പോയിട്ട് സ്റ്റാറ്റസ് ഓഫ് ഗ്രീവൻസ് ഇതിൽ കൊടുക്കുക. അപ്പം ഞാൻ കൊടുത്ത ഗ്രീവൻസിൻ്റെ റിപ്ലൈ ആണ് വന്നിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഗ്രീവൻസിൻ്റെ വിത്ത് റിപ്ലൈ കാണാൻ പറ്റും. ഓക്കെ, സംഭവം എന്ന് പറഞ്ഞാൽ ഗ്രീവൻസ് നമുക്ക് വരുമ്പം ഗ്രീവൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സംഭവം വരും. അതായത് നമുക്ക് ഗ്രീവൻസിൻ്റെ റിപ്ലൈ വരുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിലേക്കൊരു SMS വരും. ഓക്കെ, ആ SMS വന്നാൽ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. അതുവരെ ഗ്രീവൻസിന് റിപ്ലൈ വന്നിട്ടുണ്ടാവില്ല. റിപ്ലൈ വരുമ്പം നമുക്ക് SMS വരും. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് അവർ ചാനൽ. ഓക്കെ, പ്ലീസ് സബ്സ്ക്രൈബ്. T4TECH.